2 ദിവസത്തിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എത്തിയിട്ടോ. ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു ഓക്കെ ആയോ എന്ന്. ഓക്കെ ആയി, ഇപ്പോൾ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. മിനിയേഴ്സിൻ്റെ പ്രോബ്ലം ആയിരുന്നു, ക്ഷീണം ഉണ്ടായിരുന്നു. 2 ദിവസം ഫുള്ളായി റെസ്റ്റ് എടുത്തപ്പോൾ ഓക്കെ ആയി. ഇന്നൊരു മോർണിംഗ് വ്ളോഗാണ്. അപ്പോൾ ഇന്ന് രാത്രി തൊട്ട് ഇവിടെ നല്ല മഴയായിരുന്നു, ഇപ്പോഴും മഴ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് വീട്ടിൽ പണിക്കാരുണ്ട്, അത് കാരണം നമ്മൾ നേരത്തെ അവർക്ക് ഫുഡൊക്കെ കൊടുക്കണം. അപ്പോൾ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നേ. ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് ദോശയും ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കുന്നത്. ഒരുപാട് സുഹൃത്തുക്കൾ അച്ഛമ്മയെ കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛമ്മ അമ്മയുടെ വീട്ടിൽ പോയിട്ട് കുറച്ച് ദിവസമായി, അവിടുന്ന് വയ്യാതായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത് 2 ദിവസം. ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് വന്നിട്ടുണ്ട് ഇന്നലെ. നല്ല ക്ഷീണമുണ്ട്, ഞങ്ങൾ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. എഴുന്നേറ്റിരിക്കാമെന്ന് വയ്യ, ക്ഷീണമുണ്ട്. അപ്പോൾ ഇവിടേക്ക് നമ്മുടെ വീട്ടിലേക്ക് വണ്ടി താഴത്തേക്ക് ഇറങ്ങില്ല മഴ പെയ്ത് കഴിഞ്ഞാൽ. അത് കാരണമാണ് അച്ഛമ്മ അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇവിടേക്ക് ഒന്ന് ശരിയായി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും. അച്ഛമ്മയുടെ കൂടെ അമ്മായിമാരെല്ലാവരും ഉണ്ട്. സാധാരണ അച്ഛമ്മ ഇത്ര ദിവസം ഒന്നും പോയി നിൽക്കാറില്ല എവിടെയും. ചായ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഗ്രീൻ പീസ് കറിയൊക്കെ അടുപ്പത്ത് വെച്ചു. എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം വയ്യാന്നുള്ള കാര്യം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് മറക്കും. ഇപ്പോൾ വീട്ടിലാണെങ്കിൽ ചെറുതായിട്ടൊന്ന് വയ്യാണ്ടായി കഴിഞ്ഞാൽ നമ്മൾ റെസ്റ്റ് എടുക്കും. അപ്പോൾ കൂടുതൽ വയ്യാൻ തോന്നാറുണ്ട്. അപ്പോൾ അധികം ഞാൻ ഇപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. വയ്യാൻ തോന്നിയാലും അധികം കിടക്കാതെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വയ്യാത്ത കാര്യം മറക്കാറുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒന്ന് വയ്യാതായിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ എൻഗേജ്ഡ് ആയിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ നമുക്ക് ആ വേദനയും ആ കാര്യങ്ങളും മറക്കാൻ സഹായിക്കും. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ അമ്മ വന്നിട്ട് ദോശയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും പുറത്ത് നല്ല മഴ പെയ്യായിരുന്നു കേട്ടോ. ഞങ്ങളിവിടെ ദോശ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഇരുന്നിട്ടായിട്ട് ഉണ്ടാക്കുക. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ വെറുതെ നിൽക്കുന്നേ ഉള്ളൂ, ഒരുപാട് നേരം നിന്നിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഞാനും അമ്മയൊക്കെ ഇങ്ങനെ നിന്നിട്ട് അടുപ്പിൻ്റെ സൈഡിൽ ഇങ്ങനെ കസേരയിട്ട് ഇരിക്കും കേട്ടോ, എന്നിട്ടാണ് ഉണ്ടാക്കാറ്. പിന്നെ അത് കഴിഞ്ഞ് വേദന ഭക്ഷണം കഴിച്ചു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.